വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ സ്വർണ്ണ കസ്തൂരി കണമ്പ കവിളങ്ങൾ കാട്ടിലുടരുന്നുവോ. ബംഗാളി പയ്യുള്ള കാരനെ സുഖമായിട്ട് പാട്ട് കേട്ട് പണിയാം. ബോറടി എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല. മനുഷ്യൻ വെറുതിരിക്കാൻ സമ്മതിക്കില്ല ഇയാൾ. കഷ്ടം നോക്ക്. താൻ ഈ 2 പണിക്കാരും കൊണ്ടിട്ടാണോ പണിക്ക് വന്നിട്ടുള്ളത്? 2 പണിക്കാരല്ല സാറേ, പിന്നെ 3 ആളുണ്ടല്ലോ. ഞാനുണ്ടല്ലോ. പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പണി പറഞ്ഞ സമയത്ത് തീർന്നില്ലെങ്കിലോ വിധം മാറുട്ടോ. ഈ 2 വെച്ചിട്ട് പണി എങ്ങനെ കഴിയുമെടുത്ത് എന്നിട്ട് സാറാ അങ്ങനെ പറയണേ? പാടുന്നു നാം വനവലാകയായി നുകരുന്നു. സാറിന് എത്ര വയസ്സായി? 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ വർക്കില്. സാറ് ചെറുപ്പത്തിലേ മുട്ടിലറിഞ്ഞ് നടന്ന ചാന്ത് ഉണ്ടല്ലോ, അത് ചിലപ്പോ ഞാനാവും വിരിച്ചിണ്ടാവുക. ആഹാ ചേട്ടൻ ഞാൻ കാണാൻ നിൽക്കായിരുന്നു. ആ പരിപാടിയില്ലേ ഈ വട്ടം നടക്കില്ലാട്ടാ. അന്ന് ചാന്തിട്ടതില്ലേ ഇപ്പോഴും ശരിയായിട്ടില്ലേ? മുട്ടറിഞ്ഞ പൊട്ടി പാടി ഇപ്പോഴും എന്റെ മുട്ടിൽ കിടക്കുന്നുണ്ട്. ഞാനൊരു ഉപമ പറഞ്ഞതല്ല, പെട്ടെന്ന് തീർത്താരാട്ടാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ, ഇന്ന് എന്റെ പണി കഴിയുന്ന തോന്നുന്നത്. എവിടെയാണാവോ പണിക്കാര്? ജാലക്കാരി മായ ജാലക്കാരി നീ എന്നുള്ള പത്തേ ഗാന്ധ കണ്ണാൽ നോക്കി തന്നാൽ നീരേ നിന്നാൽ പല നാളുറുകേ. വെറുതെ ആസന വരി തെറ്റേ എന്റെ സമാന തെറ്റേക്കാണ് നിന്റെ ഒടുക്കത്തെ ആത്മാർത്ഥ കാരണം. മനസ്സിലായില്ല. ഒരു 2 വീട്ടിൽ ഞാൻ എങ്ങാട്ട് നേരാ എന്നിത്ര ആത്മാർത്ഥ കാണിക്കണം. നിന്റെ വീട് നല്ല വല്ലൊരു വീടല്ലേ? ഡാ ഇങ്ങനെ പടുത്ത് ഈ വീടിന്റെ പണി തീരും, അപ്പൊ നമ്മുടെ പണി തീരും. പിന്നെ എന്റെ വല്ല വെറുതിരിക്കേണ്ട ഒരു എന്തേ നിന്റെ പണി പൂണ്ട് പറ, എനക്ക് കൊറേ പണി അറിയാ ചേട്ടാ. നിനക്ക് പണി അറിയാം, നീ ഇപ്പൊ എന്നെ പറഞ്ഞോണ്ടിരിക്കണല്ലോ. നീ ഒറ്റ എടുത്ത് ഞാൻ പഴുക്കേണ്ടി വരുന്ന അഞ്ചുറ്റാനെങ്ങാണ്ട് പണ്ടാരടങ്ങിട്ട്